മിക്ക കുട്ടികളും 10th സ്റ്റേജിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് ഞങ്ങൾക്കറിയാം, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു പേടിയുണ്ട് എന്ന്. ശരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത് പരീക്ഷ പർപ്പസിന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കാനുള്ള ട്രിക്കാണ്, അല്ലാതെ ഇത് സയൻറ്റിഫിക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പരീക്ഷ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ, നിങ്ങൾ പറഞ്ഞു കൺഫ്യൂഷൻ ആവണു എന്നുള്ളത്, അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം. നോക്കിയേ, ട്രാൻസ്വേഴ്സ് വേവ് നമ്മുടെ ട്രൂ ഫ്രണ്ടാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നമുക്ക് ലോങ്, ഒരു അകന്ന ഫ്രണ്ടാണ്. ട്രൂ ഫ്രണ്ട് ഇത് വഴിയിലൊരു ബന്ധം, വഴിയിലൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ വകയിലൊരു ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ലോങ് റിലേഷനാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിലെ പാർട്ടിക്കിൾസ്, മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, ഏതിലെ ആ വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ. നോക്കിയാൽ മാത്തമാറ്റിക്സിൽ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് ട്രാൻസ്വേഴ്സിൻ്റെ ടി ഒന്ന് കമിഴ്ത്തിയിട്ടിരിക്കണമെന്നേ ഉള്ളൂ. പെർപെൻഡിക്കുലർ മാത്സിൽ ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല. അപ്പം മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ വേവിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഡയറക്ഷൻ ഓഫ് ദ വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്വേഴ്സിലെ ടി കണ്ടോ, അതിനെ നമ്മൾ തലകീഴാക്കിയിട്ടതാണ് പെർപെൻഡിക്കുലർ മാത്തമാറ്റിക്സിൽ. നേരെ മറിച്ച് ഇതോ പാരയാണ്, അതുകൊണ്ട് അവനെ ഞാൻ ഡിസ്റ്റൻസിൽ ലോങ്ങിൽ നിർത്തിയിരിക്കുന്നത്, പാര. അപ്പം നമ്മുടെ നല്ല ഫ്രണ്ട് ഒന്നല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്കിട്ട് പാര വയ്ക്കും, പാരലൽ. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലറാണ്, അവിടെ പാരയാണ്. പാര ആയതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മുട്ടില്ല, ഞങ്ങൾ ഒരിക്കലും ടച്ച് ചെയ്യില്ല, പാരലാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ ലോങ്ങിൽ നിർത്തിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഒരിക്കലും പ്രഷർ വേരിയേഷൻ കൊടുക്കില്ല, മൂഡ് സ്വിങ് ഉണ്ടാവാൻ വിടില്ല. അവനെ ഞാൻ എപ്പോഴും എന്താ പറയുക, വളരെ പൊന്നു പോലെ നോക്കും, എൻ്റെ ട്രൂ ഫ്രണ്ടിനെ. നേർമറിച്ച് ഇവിടെ ശത്രുവാണ്, ലോങ്ങിൽ നിർത്തിയ നമ്മുടെ ശത്രുവിനെ, പാരയെ നമ്മൾ പരമാവധി പ്രഷർ വേരിയേഷൻ കൊടുക്കും, അവനെ വെറുപ്പിച്ച് അടുക്കുന്നുള്ളതാണ്. പിന്നെ നോക്കിയേ, ക്രസ്റ്റും ട്രഫും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. യേശുദാസിൻ്റെ പാട്ട് പോലെ, ദ വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയുന്ന പോലെ വളരെ രസമായിട്ട് സരിഗമ പോലെ ക്രസ്റ്റും ട്രഫും. ഞങ്ങൾ തമ്മിൽ ഇവിടെയൊക്കെ സ്നേഹം ഉണ്ടാവും, ചിലപ്പോൾ വഴക്കുണ്ടാവും. സ്നേഹം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ പീക്കിലേക്ക് പോവും, വഴക്കുണ്ടാവുമ്പോൾ ഞങ്ങൾ ഡൗൺ ആവും. ഞങ്ങൾ സന്തോഷം വരുമ്പോൾ മേലേക്ക് പോവും, നമുക്ക് വിഷമം വരുമ്പോൾ താഴോട്ട് പോവും. കാരണം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥ സ്നേഹമാണ്, അതാണ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഞങ്ങൾ സന്തോഷം വരുമ്പോൾ ഞങ്ങളുടെ മൂഡ് അപ്പിലാവും, ഞങ്ങൾ തമ്മിൽ പിണങ്ങുമ്പോൾ ഞങ്ങൾ ഡൗൺ ആവാറുണ്ട്. അതാണ് ക്രസ്റ്റും ട്രഫും. ക്രസ്റ്റും ട്രഫും, മുകളിലേക്ക് പോകുമ്പോൾ ക്രസ്റ്റ്, താഴോട്ട് വരുമ്പോൾ ട്രഫ്. പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലും ഈ വെള്ളം സഞ്ചരിക്കുന്ന പോലെ, വെള്ളത്തിലുണ്ടാവുന്ന വേവ് പോലെയാണ്, ഭയങ്കരമായിട്ട് ശബ്ദമൊന്നും ഉണ്ടാവില്ല. അതാണ് എക്സാമ്പിൾ, വേവ് ഫോംഡ് ഓൺ വാട്ടർ സർഫേസ്. വാട്ടർ സർഫേസിൽ ഉണ്ടാവുന്ന വേവ് പോലെ ഭയങ്കര ശബ്ദമൊന്നും പുറത്ത് ആർക്കും അറിയാൻ പറ്റില്ല. ഞങ്ങൾ ട്രൂ ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പുറത്താരെയും ഞങ്ങൾ അറിയിക്കില്ല. നേരെ മറിച്ച് ഇവിടെയോ, ഇത് പാരയായതുകൊണ്ട് ഇവനായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൗണ്ട് ഇട്ട് സംസാരിക്കും. സൗണ്ട് വേവ്സ് ആണ് അവിടെ എക്സാമ്പിൾ. സൗണ്ട് ഇട്ട് സംസാരിക്കും. ഇതിലൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ല, പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ ആവണമെന്ന് പറഞ്ഞതുകൊണ്ട് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല. ശരിയല്ലേ? ഓൾ ദ ബെസ്റ്റ്.